റിയലി ഇന്ന് ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത് ആർക്കെന്നറിയാമോ? ദൈവത്തോട് ബന്ധമുള്ള ആത്മീകർക്ക്. എല്ലാ ആത്മീകരും ദൈവത്തോട് ബന്ധമുള്ളവരല്ല. പിശാചിനോട് ബന്ധമുള്ള ആത്മീകരുമുണ്ട്. പൈശാചിക ശക്തികളോട് ചേർന്ന് നിൽക്കുന്ന ആത്മീകരുമുണ്ട്. എന്നാൽ ദൈവാത്മാവിനോട്, പരിശുദ്ധാത്മാവിനോട്, സൃഷ്ടാവിനോട് ചേർന്ന് നിൽക്കുന്ന ആത്മീകർക്ക് മാത്രം സകലതും വിവേചിക്കുവാൻ കഴിയും, സകലതും തിരിച്ചറിയുവാൻ കഴിയും. ബുദ്ധിജീവികൾക്ക്, യുക്തിവാദികൾക്ക്, നിരീശ്വരവാദികൾക്ക് അവർക്കെല്ലാം മനസ്സിലാകാത്ത പലതും ആത്മീകർക്ക് മനസ്സിലാകും. എന്നാൽ എല്ലാ ആത്മീകർക്കും മനസ്സിലാകുന്നതിലും അതിലധികം ദൈവത്തോട് ചേർന്നിരിക്കുന്ന മക്കൾക്ക് മനസ്സിലാക്കുവാനായി കഴിയും. കർത്താവിനോട് ചേർന്നിരിക്കുന്ന മക്കൾ, ആത്മീകർ, സകലത്തെയും വിവേചിക്കും. സകലതും അവർക്ക് മനസ്സിലാകും. അവർക്ക് പലതിൻ്റെയും മറുപടി കിട്ടും. പലതിലും അവർക്ക് വ്യക്തതയുണ്ടാകും. പലതിലും അവർക്ക് ക്ലാരിറ്റി ഉണ്ടാകും. നിരീശ്വരവാദിയുടെ വാക്കല്ല ദൈവ പൈതൽ കേൾക്കേണ്ടത്. യുക്തിവാദികളുടെ വാക്കല്ല ദൈവത്തിന്റെ മക്കൾ കേൾക്കേണ്ടത്. ബുദ്ധിജീവികളുടെ വാക്കല്ല ദൈവത്തിന്റെ മക്കൾ കേൾക്കേണ്ടത്. ബുദ്ധി വേണം. നമുക്ക് ഉള്ള ബുദ്ധി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവത്തിന്റെ തിരുവചനത്തെ നമ്മൾ ഏറ്റെടുത്താൽ സ്വർഗം തുറക്കുന്നതും ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മഹത്വകരമായ അനുഭവങ്ങൾ ആരാധിക്കുന്ന മക്കളുടെ മേൽ, സ്തുതിക്കുന്ന മക്കളുടെ മേൽ, വചനം ഏറ്റെടുക്കുന്ന മക്കളുടെ മേൽ സംഭവിക്കും.